ഞാൻ അല്ലാതെ ഇറങ്ങണുള്ളൂ. കുളിക്കാൻ ഇറങ്ങണില്ലടാ, കുളിക്കാൻ ഇറങ്ങണില്ല. ഹായ് ഗായ്സ്, അടുത്ത ലൊക്കേഷനിൽ വന്നു. ഇത് ഒരു വെള്ളച്ചാട്ടമാണ്. ഇത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലം കറക്റ്റ് ഇവിടുത്തെ ആനയടിക്കുത്തെന്ന് പറയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. നല്ലൊരു പ്ലേസാണ്. ഫാമിലിക്കായിട്ടാണേലും ഫ്രണ്ട്സൊക്കെ ആയിട്ടാണേലും വരാൻ പറ്റിയൊരു നല്ല സ്ഥലമാണ്. അപ്പോൾ വെള്ളം ഇച്ചിരി കുറവാണ്. മഴക്കാലത്തൊക്കെ ആകുമ്പോൾ ഇച്ചിരി നല്ലപോലെ വെള്ളമൊക്കെ ആയി നല്ല സൂപ്പറായിരിക്കും. ഇത് ചുറ്റും എനിക്ക് തോന്നണേ മഴക്കാലത്ത് ഈ പാറയുടെയൊക്കെ മേളിൽ കൂടെ വെള്ളം കയറി ഒഴുകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയ പാറ പോലെയാണ്. ആ പാറയിൽ നിന്ന് വെള്ളം താഴേക്ക് ചാടുവാണ്. ഇത് അതിൻ്റെ പുറകിലത്തെ ഭാഗങ്ങളാണ് ഈ കംപ്ലീറ്റ് കാണുന്നത്. അപ്പോൾ നല്ലൊരു സ്പോട്ടാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. എല്ലാവരും താല്പര്യമുള്ളവർ വന്ന് വിസിറ്റ് ചെയ്യുക. ആനയടിക്കുത്തെന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. താല്പര്യമുള്ളവർ വിസിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നേരത്തെ വണ്ടി കയറ്റി വിടുമെന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് നേരത്തെ വന്നപ്പോൾ വണ്ടിയൊക്കെ കയറ്റി വിടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ റോഡ് മൊത്തം, റോഡല്ല മഴ ഉണ്ടാകാൻ മൊത്തം പൊളിച്ച് മൊത്തം പണിയാണ്. എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് റോഡ് ഉണ്ടാക്കി അങ്ങനെ കയറി വരാനാണോ എന്നറിയത്തില്ല. പാസൊക്കെ മേടിക്കാനാണോ അതിനുള്ള പരിപാടിക്കാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞങ്ങൾ ബൈക്കും കൊണ്ടാണ് വന്നത്. അപ്പം ഞങ്ങളുടെ വണ്ടി താഴെ ഒരു വീട്ടിൽ കയറ്റി വെച്ചേക്കുവാണ്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. എനിക്ക് തോന്നണേ ഇനി തൊട്ട് കുറച്ചാളുടെ കഴിയുമ്പോൾ ഇവിടെ ഞങ്ങളുടെ പാസ് കൊടുത്ത് കയറേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ആനയടിക്കുത്തെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നല്ലൊരു കാടിൻ്റെ എല്ലാം ആയിട്ടുള്ളൊരു ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വരിക, വിസിറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.